എന്റെ ഫ്രണ്ടിന്റെ ബർത്ത്ഡേ ആയിരുന്നേ. അപ്പൊ ഒരു കേക്ക് ഓർഡർ ചെയ്യാൻ വേണ്ടിട്ടായിരുന്നു. നാളെ കിട്ടുവോ? പക്ഷെ അന്ന് കൊടുത്തു വിട്ടതുപോലത്തെ കേക്ക് കൊടുത്തു വിടല്ലേ. കല്ല് പോലെ ഇരുന്നത്. ഞങ്ങൾ അവസാനം കേക്ക് ബർത്ത്ഡേ പാർട്ടി കഴിഞ്ഞ് പരസ്പരം എറിഞ്ഞു കളിച്ചിട്ടുണ്ടായിരുന്നത്. ഇതിലെ മുട്ട പതപ്പിക്കുന്നതിന് പകരം കുറച്ച് സോപ്പ് പതപ്പിക്കാൻ പറ്റുമോ? കേക്ക് കഴിച്ചു കഴിഞ്ഞതിന് ശേഷം ഇവൻ വയറിളകി കിടക്കണം. അയ്യോ, ചേച്ചിയെ കൊണ്ടേ ഇത് പറ്റുള്ളൂ. കഴിഞ്ഞ വർക്ക് കണ്ടപ്പോഴേ എനിക്ക് തോന്നി എന്തെങ്കിലും ഉടായ്പുണ്ടെങ്കിൽ ചേച്ചി തന്നെ വിളിക്കണം എന്ന്. അയ്യോ എന്റെ അമ്മ, കാരണറിയോ, ഞാനകത്ത് ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞു. അതിലേറെ വെള്ളം നിങ്ങൾ വല്ല വെള്ളത്തിൽ കലക്കി കൊടുക്കണമല്ലേ? അങ്ങനെയാണെങ്കിൽ അവന് സംശയം തോന്നും. കേക്ക് ആവുമ്പോ അറിയൂല, പതഞ്ഞിരുന്നോളൂല്ലോ. ആ കട്ട് ചെയ്യണ സ്ഥലത്ത് മാത്രം കുറച്ച് കലക്കിട്ട് എടുത്താൽ പോരെ, ഒരിച്ചിരി മുകളിൽ കുറച്ച് ഇട്ടാ പോരെ. അത് എങ്ങനെയാണെന്ന് വെച്ചാൽ ചേച്ചിക്ക് പറ്റണ പോലെ ചേച്ചി കലക്കിട്ടാ. ചേച്ചി ഇതിൽ എക്സ്പേർട്ട് ആണെന്ന് എനിക്കറിയാം. മറ്റതിനെ കല്ലാക്കിയ ചേച്ചിക്ക് ഇതിനെ പതയാക്കാനും പറ്റും. ഇത് ആര് പറഞ്ഞിട്ടാണിത്? ഇത് ഞാൻ തന്നെ പറഞ്ഞിട്ടാ ഇപ്പൊ ഞാൻ വിളിക്കുന്നത്. എന്റെ ഫ്രണ്ട് സതീഷാണ്. ചേച്ചിയുടെ അടുത്താവുമ്പോ തുറന്ന് പറയാലോ. ആദ്യം എന്നെ പ്രേമിച്ച് പറ്റിച്ച്, പിന്നെ എന്റെ കുഞ്ഞമ്മയുടെ മോളെ പ്രേമിച്ച് പറ്റിച്ച്. അപ്പൊ ഞങ്ങൾ രണ്ടുപേരും കസിൻസ് ആണെന്ന് പുള്ളിക്ക് അറിഞ്ഞുകൂടാ. അപ്പൊ ഞങ്ങൾ രണ്ടുപേരും പ്ലാൻ ചെയ്തിട്ടാണ് ഈ കേക്ക് ഇപ്പൊ സെറ്റ് ആക്കുന്നത്. കുഞ്ഞമ്മയുടെ മോൾ ഇപ്പോഴും ഡിപ്രഷനിലാണ്. ഞാൻ വേണമെങ്കിൽ ഫോൺ കൊടുക്കാം. ഹലോ ചേച്ചി എന്ന് പറഞ്ഞാ ഈ ചേച്ചിയുടെ കേക്ക് കഴിച്ചിട്ട് ബാത്റൂമിൽ നിന്ന് ഇറങ്ങരുത് അവൻ. അവൻ തൂരി 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 കിടക്കണം. എനിക്ക് അതൊന്നും ചെയ്യാൻ പറ്റില്ല. ചേച്ചി ഒന്ന് ട്രൈ ചെയ്യോ? ഞങ്ങളെ ജീവിതം നശിപ്പിക്കാൻ നോക്കിയാ അവൻ എന്തെങ്കിലും ചെയ്യണം. അവൻ വയറിളവി, അവൻ തീ വരണം. ഡ്രാഗൺ കുഞ്ഞിനെ കണ്ടിട്ടുണ്ടോ? ഡ്രാഗൺ കുഞ്ഞ്. അവൻ അതുപോലെ ബാത്റൂമിലിരുന്ന് തീ തുപ്പണം. ചേച്ചി ഇത് എവിടെ നിന്നാണ് പഠിച്ചത് കേക്ക് ഉണ്ടാക്കാൻ? ഇനി തനിയെ പഠിച്ചുണ്ടാക്കരുത് കേട്ടോ. എവിടെന്നെങ്കിലും കാര്യമായിട്ട് പഠിച്ചിട്ട് വേണം ഉണ്ടാക്കാൻ. കഴിഞ്ഞ കേക്ക് കല്ലായി പോയി. നമ്മളായതുകൊണ്ട് പ്രശ്നമില്ല. പക്ഷെ ഇതുവരെ ആരും അങ്ങനെ പറഞ്ഞിട്ടില്ല. അതാണ് ഞാൻ ചോദിക്കണത്, എവിടെയാണ് സ്ഥലം ഒന്ന് പറയൂ, എങ്ങോട്ടേക്കാണ്? നിങ്ങളെ പേടിച്ചിട്ടായിരിക്കും പറയാത്ത. നാളെ നിങ്ങൾ കേക്കിൽ വേറെ എന്തെങ്കിലും കലക്കി തന്നാലോ എന്ന് വിചാരിച്ച് പേടിച്ച് ഉയിര് ഭയന്ന് വിറച്ചു പോച്ച്. ഇതാരാ ഇത്? എന്നെ മനസ്സിലായില്ലേ? ഇല്ല. ഞാൻ പേരില്ലേ? ചെക്കോസ്ലോവാക്യ എന്നാണ് എന്നെ വിളിക്കുന്നത്. അഡ്വിൻ ആരാണ്? അഡ്വിൻ മോൻ പറഞ്ഞിട്ട് ഇത് പ്രാങ്ക് സ്റ്റാറിലെന്ന് വിളിച്ചത് അഞ്ജലി നിരഞ്ജനയാണ് കേട്ടോ. അയ്യോ, വെറുതെ ഒന്ന് പ്രാങ്ക് ആക്കിയതാണ്. പക്ഷെ എത്ര നന്നായിട്ട് സംസാരിച്ചു കേട്ടോ. സാധാരണ ഇങ്ങനെ വട്ടാക്കുമ്പോ എന്തെങ്കിലുമൊക്കെ ആൾക്കാർ ദേഷ്യപ്പെടും അല്ലെങ്കിൽ വെച്ചിട്ട് പോകും. പക്ഷെ അപ്പോഴും സ്വീറ്റ് ആയിട്ട് സംസാരിച്ചു.